ഇച്ചൂസ് മീഡിയയുടെ പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദിബിൻ. ഇന്ന് വ്ലോഗിലുപരി ഒരു സാമൂഹിക പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റോഡ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് നല്ലോണം അറിയാം. ഇത് നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലുള്ള അരങ്ങ് തൊട്ട് പാത്തി കനകക്കുന്ന് റോഡാണ്. ഈ റോഡിൽ തന്നെയാണ് നീർമുടി വെള്ളച്ചാട്ടവും വരുന്നത്. ഇപ്പോൾ പുതിയ ഒരു തിരഞ്ഞെടുപ്പ് നേരെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാ തവണയും ഓരോരുത്തരും സ്ഥാനാർത്ഥികൾ വരുന്നു, നമുക്ക് ഓരോരോ വാഗ്ദാനങ്ങൾ തരുന്നു. പുതിയ റോഡ് പണിത് തരും, അതാക്കി തരും, ഇതാക്കി തരും, അങ്ങനെ കുറേ തരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കണം എപ്പോഴും നമുക്ക് ആർക്ക് കൊടുക്കണം, എങ്ങനെയുള്ളവർക്ക് കൊടുക്കണം എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് എല്ലാം സെറ്റായിട്ട് വേണം. ആ ഒരു സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്യുന്ന ആ സമയത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം, ആർക്ക് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പം നടുവിൽ പഞ്ചായത്തിൽ 60 തൊട്ട് 65 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥയാണിത്. ഓരോ ഗവൺമെൻറ്റും മാറി വരുന്നു, പലരും ഭരിക്കുന്നു, പല അഭിപ്രായങ്ങൾ ഓരോരുത്തരും നമുക്കിങ്ങനെ തന്നിട്ട് പോവുകയാണ്. പക്ഷെ ഒരു മനുഷ്യനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡ്രാമയില്ല. ഈ പ്രാവശ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ആർക്കാണോ അത് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് വേണം ഈ പ്രാവശ്യം ഓരോ വോട്ടും ചെയ്യാൻ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അത് നമ്മുടെ സ്വന്തം ഈ നാട്ടുകാരൻ തന്നെയായ ജോസേട്ടനാണ്. ജോസേട്ടൻ ആഞ്ഞിലക്കുഴി. അപ്പോൾ ജോസേട്ടൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ റോഡിനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ റോഡിൻ്റെ അവസ്ഥ. 65 കൊല്ലം ഈ റോഡിൽ കൂടിയാണ് ആൾക്കാർ പോകുന്നത്. അതിൽ പല ആൾക്കാർക്ക് സുഖമില്ലാത്തവരുണ്ട്, ചെറുപ്പം മുതലേ ഇങ്ങനെ രോഗങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്, ഗർഭിണികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. ഇവിടുന്ന് വേണം ഈ മലയും താണ്ടി റോഡും താണ്ടിയിട്ട് വേണം സ്കൂളിലെത്താനോ ഹോസ്പിറ്റലിലെത്താനോ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ജോസിയേട്ടൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത്, ഞാൻ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡായിരിക്കും ആദ്യം തന്നെ ശരിയാക്കി തരിക എന്നാണ്. അപ്പോൾ ഈ ജോസിയേട്ടൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ ജോസിയേട്ടനോട് പറഞ്ഞു, ജോസിയേട്ടൻ എനിക്ക് എന്തായാലും ഒരു വീഡിയോ വേണം, ഇത് എല്ലാവരും അറിയണം എന്താണ് ഒരു സ്ഥാനാർത്ഥി. അല്ലാതെ കഴിഞ്ഞ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെയോ കഴിവുകൾ കുറച്ച് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ഒരിക്കലും വോട്ട് ചോദിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി, അതായിരിക്കണം എല്ലാ സ്ഥാനാർത്ഥികളും പറയേണ്ടത്. അപ്പോൾ ഈ ജോസിയേട്ടനോട് പറഞ്ഞപ്പോൾ ജോസിയേട്ടൻ ഓക്കെ ഇതായിരിക്കും ഞാൻ ആദ്യം ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു. ജോസിയേട്ടൻ ഇപ്പോൾ വോട്ട് ചോദിച്ചാൽ അടുത്ത വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ജോസിയേട്ടൻ തിരിച്ച് വരുന്ന സമയത്തേക്ക് എനിക്ക് പുള്ളിക്കാരനെ പിടിക്കണമായിരുന്നു വഴിക്ക് വെച്ച് തന്നെ. അതുകൊണ്ട് ഞാനിവിടെ മാറി പെട്ടെന്ന് റെഡി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജോസിയേട്ടൻ നമ്മുടെ 9ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജോസിയേട്ടനാണ് നമ്മൾ തൊട്ടു പുറകിൽ വരുന്നത്. പുള്ളി എല്ലാ പര്യടനം ഇങ്ങനെ നമ്മുടെ വാർഡിലിങ്ങനെ വീടുകൾ കയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസ് ആലിലക്കുഴി, നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 9ാം വാർഡിൽ നിന്നും മത്സരിക്കുന്നയാളാണ്. അപ്പോൾ ജോസിയേട്ടന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജോസേട്ടാ, നമ്മുടെ ഈ റോഡിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം? പ്രിയ സുഹൃത്തുക്കളെ, 9ാം വാർഡിലെ സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഞാൻ വളരെ നിഷ്പക്ഷമായ ഒരു ചിന്താഗതിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, വളരെ സ്വതന്ത്രനായിട്ട് ഇത്രയും കാലം ചിന്തിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ നാട്ടിലെ പല വീടുകളിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നാട്ടിലെ ശരിക്കും ഓരോ സ്ഥലങ്ങളുടെയും ആ ഒരു വികസനവും കടന്നുചെല്ലാത്ത ഒരവസ്ഥ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അരങ്ങിൽ നിന്നും വളരെ വേഗത്തിൽ കനകക്കുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റോഡിലാണ്. ഈ റോഡിലൂടെ ഇപ്പോൾ ഒരു ജീപ്പിന് പോലും കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതുപോലെ തന്നെ അരങ്ങിൽ നിന്നും കോഴികുന്ന് കൂടി നരിമാവിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. പൊന്മല പള്ളിയുടെ സമീപത്തോടെ മണ്ണൻകുണ്ടിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1960 കാലഘട്ടത്തിലെ അവസ്ഥയാണ്. ഇന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ദുരിതമാണ്. കാലാകാലങ്ങളായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരുമൊക്കെ ജയിച്ചു വന്ന ഈ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള വികസനവും കടന്നു വന്നിട്ടില്ല. അപ്പോൾ വളരെ നിഷ്പക്ഷ ചിന്താഗതിയോടുകൂടി ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി രാഷ്ട്രീയമൊന്നുമില്ലാതെ, ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ
എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഈ വികസന കൂട്ടായ്മയിൽ എന്നോടൊപ്പം പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഉറപ്പായിട്ടും ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസേട്ടന് പറയാനുള്ളത്. ഞാനിങ്ങനെ വീട്ടിൽ ചുമ്മാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജോസേട്ടൻ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വീടുകൾ കയറി ഇങ്ങനെ സന്ദർശിച്ച് വരുമായിരുന്നു. അപ്പോഴാണ് നേരെ വീട്ടിൽ വരുന്നു, കണ്ടു. ജോസേട്ടൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം നമുക്ക് എന്തായാലും നമ്മുടെ ഈ റോഡ് 5 വർഷം കൊണ്ട് ജോസേട്ടൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും, കനകുന്ന് വരെ എത്തിച്ചും തരുമെന്നാണ് ജോസേട്ടൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. അതുമാത്രമല്ല പല തെരഞ്ഞെടുപ്പും ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്, പലരും പല വാഗ്ദാനങ്ങളും തരും. പക്ഷേ ജോസേട്ടൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ പക്ക ജെനുവിൻ എന്ന് പറയാം, നമുക്ക് മനസ്സിൽ തട്ടി. അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല എങ്കിലും നല്ലോണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോസേട്ടൻ ആളൊരു പുലിയാണ്. അപ്പം എന്തായാലും ജോസേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് മത്സരിക്കുന്ന നമ്മുടെ ജോസേട്ടന് നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പം വിജയിച്ച് വരിക. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ അരങ്ങ് പാത്തി റോഡിലുള്ള കുറേ താമസക്കാരുണ്ട്, ഇവിടെ താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ളവർ. അപ്പം നമുക്ക് നേരെ പോയിട്ട് അവരുടെ അഭിപ്രായങ്ങളോടെ കണ്ടിട്ട് നേരെ വരാം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ നമ്മുടെ ഈ റോഡിനെ പറ്റി എന്താ അഭിപ്രായം? ഇതിപ്പോൾ നിങ്ങൾ കണ്ടു, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. തൊടിയൂർ പഞ്ചായത്തിന് ആദ്യത്തെ റോഡായത്. അത് ബിൻചേട്ടൻ പറയുന്നത് അതാണ്. ബിൻചേട്ടൻ നമ്മൾ തൊട്ട് ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. നടുവിൽ പഞ്ചായത്തിലെ ആദ്യ കാല റോഡാണെന്നാണ് പറയുന്നത് ഇത്. അതെ, ഇതിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഈ റോഡ് ഏകദേശം ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും നിലവിൽ വന്നിട്ട്? എന്തായാലും ഒരു 50ന്റെ കാലഘട്ടത്തിലെങ്കിലും ഇതിൻ്റെ 50-ല്. അയ്യോ, അപ്പോൾ ഈ കുടിയേറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന 57 വരുന്നത്. 57 വന്നുകൊണ്ടിരിക്കുന്നത്. ആഹോ, അപ്പോൾ ഇപ്പോൾ എത്ര വർഷം? 10-60 വർഷത്തോളം, 63 വർഷത്തോളം ഏകദേശം ആയിരിക്കുന്നതാണ്. ഞാനിവിടെ തന്നെ. അതെ അതെ, ഇപ്പോഴും വഴി അതിനേക്കാൾ മോശം തന്നെ. ആ, മോശം തന്നെ, സത്യം. അത് ഈ വഴി ഇപ്പം ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ കനോക്കുന്നിലേക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ നിലവിൽ ഓട്ടോറിക്ഷയാണല്ലേ നിലവിൽ അരങ്ങിന്ന് ഇങ്ങോട്ടേക്ക് മുടക്കമാണല്ലേ. ഇതാണ് അവസ്ഥ. ഈ റോഡിൽ കൂടി എങ്ങനെയാണേലും അവർക്ക് വരാനും പറ്റുമല്ലോ. 3 വണ്ടി വീലായതുകൊണ്ട് അതെ 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 അതെ. എന്തായാലും നമുക്ക് ഭാവിയിലേക്ക് ഇത് റെഡിയായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷ ഇല്ല അല്ലേ, എല്ലാ പ്രതീക്ഷയും പോയിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഓരോ വാഗ്ദാനമായിട്ട് ഓരോരുത്തർ വരും, അവരങ്ങ് പോകും. പിന്നെ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരും. LDFന്റെ പിന്തുണക്കാരൻ വന്നു, ഇനിയിപ്പം UDFന്റെ ഒറിജിനൽ ആള് വരും, ഇനിയിപ്പം BJPയുടെ അടുത്ത ആള് വരാം. അപ്പൊ എല്ലാരും കൂടെ കൂട്ടിയിട്ട് നമ്മളെ ഇപ്പൊ ശരിയാക്കി എടുക്കുന്നു. കൊച്ചേട്ടാ, നമ്മുടെ ഈ റോഡിനെ പറ്റി എന്താ കൊച്ചേട്ടാ അഭിപ്രായം? നമ്മുടെ റോഡ് അതെ അതെ, അടുത്ത തെരഞ്ഞെടുപ്പായി ഇനിയിപ്പോ എല്ലാരും പറയും ഇപ്പൊ ആക്കിത്തരാന്ന്. നമുക്ക് വേണ്ടത് ഒരു ഓട്ടോ എങ്കിലും കയറുന്ന റോഡാണ്. ഇതാണ് ആവശ്യം. ആര് ഭരിച്ചാലും കൊള്ളാം, ആര് ജയിച്ചാലും കൊള്ളാം. അതെ, എത്ര വർഷങ്ങളായിട്ട് ഇപ്പൊ ഇങ്ങനെ നിലവിൽ കിടക്കുന്നു. വാഗ്ദാനം കൊണ്ട് കാര്യമൊന്നുമില്ല, നമുക്ക് വേണ്ടത് ആവശ്യമാണ്. അതെ അതെ, അത് ചെയ്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഗുണം. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ, അതായത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലായിരിക്കുന്നതാണ്. ഇപ്പം എപ്പോഴും ആശുപത്രി പോകേണ്ടതാണ്. ആശുപത്രി പോകേണ്ടി വരുമ്പോൾ നമുക്ക് വണ്ടിയിലെ കാര്യങ്ങളും ഇല്ല. ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാർ വരികയില്ല, വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഓട്ടോയും വരികയില്ല. ഞാൻ ഒരു പ്രാവശ്യം നേര് പറഞ്ഞാൽ പഞ്ചായത്തിലേക്ക് പെണ്ണുങ്ങളെ കൂട്ടി അങ്ങ് ചെന്നാലോ, പഞ്ചായത്തിൻ്റെ വണ്ടി ഒന്ന് വിട്ടു തരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെന്നാലോ എന്ന് വരെ പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോരുത്തരുടെയും പ്രതികരണം. അപ്പോൾ ഇനി വരുന്ന സ്ഥാനാർത്ഥികളും മനസ്സിലാക്കണം, ഇതൊക്കെയാണ് ഓരോ പൗരനും ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നടത്തി കൊടുക്കാനായിട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിച്ചു വരേണ്ടത് എന്നുകൂടി അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, എത്രയോ 100 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, കാണുന്നുണ്ട്.
ഈ റോഡ് ഇതുവരെ എത്രയോ പേര് അവിടേക്ക് വന്ന് വീഴുന്നെന്നറിയോ, റോഡിൽ പിള്ളേരുമായിട്ട് ഫാമിലി ആയിട്ട് വരുന്നു, ബൈക്കിൽ നിന്ന് വീഴുന്നു, ആക്സിഡന്റ് ആയിട്ട് പോകുന്നു. എന്നാൽ ഒരു അധികാരികളുടെയും കണ്ണും തുറക്കൂല, ഒരു മനുഷ്യനും നോക്കുകയില്ല. നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പൊക്കെ ആയി, അപ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോരോ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയമ്മ ചേച്ചിക്ക് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? പിന്നെ 51 വർഷമായി. 51 വർഷം. ഞാനിവിടെ വന്നിട്ട് 51 വർഷം. ഓയ്യോ, അന്ന് തൊട്ടേ ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. എന്റെ അവസ്ഥ. അപ്പൊ ഇപ്പൊ എങ്ങനെ ഈ പുറത്തേക്കൊക്കെ പോകാനും വണ്ടി കാര്യങ്ങളും സൗകര്യം? വണ്ടി സൗകര്യം ഇല്ല. നമുക്കൊരു വണ്ടി സൗകര്യം നമ്മൾ വിളിച്ചാല് വണ്ടി വരും. അത് ഈ ഓട്ടോക്കാർക്കായാലും ഇപ്പൊ വരാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ റോഡൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട്. ബുദ്ധിമുട്ടാണ്, വിളിച്ചാൽ തന്നെ വരികയില്ല. അപ്പൊ ഇപ്പൊ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഇപ്പൊ അവര് വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? മറ്റോ അവരിപ്പം ആദ്യമേ വരുമ്പോഴേ പിന്നെ ഇത് നന്നാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അത് ഇനിയെങ്കിലും ഇത് ചെയ്തു തരുമെന്ന് നമ്മള് വിശ്വസിക്കുകയാണ്. ഞങ്ങളിവിടെ 53-ലാണ് വരുന്നത്, 1957 ആ കാലഘട്ടം തുടങ്ങി ഉള്ള റോഡാണ് ഇവിടുന്ന് കനകക്കുന്ന് വരെ ഉള്ള റോഡ്. ആ റോഡ് എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരുന്ന കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഇത് ശരിയാക്കാന്ന് പറയുമ്പോൾ, പക്ഷേ ശരിയാക്കൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ മാത്രം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇല്ല. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് ആരും ഉണ്ടാവില്ല. കണ്ണൂർ എയർപോർട്ട് വരെ കിട്ടി, എന്നിട്ട് നമ്മുടെ ഈ റോഡ് ശരിയാക്കില്ല. ഈ റോഡ് പിന്നെ മുമ്പുള്ള റോഡാണ്. പിന്നെ ഈ കൈതളത്തുന്ന പിന്നെ അങ്ങോട്ടുള്ള പാലക്കന്നിട്ട് ഈ അരിങ്ങിന് അതിലേറെ കൂടിയുള്ളതല്ലേ ഈ കൈതളത്തോട്ട് ആ റോഡൊക്കെ ശരിയായില്ലേ? നമ്മുടെ ഈ റോഡ് മാത്രം ശരിയായില്ല. പിന്നെ കനകക്കുന്നിലോട്ട് നമുക്ക് പോകണമെങ്കിൽ പിന്നെ അവിടെ സ്ഥലമുണ്ട്. അയാൾ പോകണമെങ്കിൽ ഇപ്പോൾ കുടിയാമല ചുറ്റി പിന്നെ കറങ്ങിയിട്ട് മാത്രമേ അതിലൂടെ ഈ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ അവസ്ഥ തന്നെയാണല്ലേ അപ്പുറത്ത് ഈ ചപ്പാത്തിയിൽ നിന്ന് കനകക്കുന്നിലേക്കുള്ള റോഡും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നേരെ കനകക്കുന്നിൽ പോകണമെങ്കിൽ ഇപ്പം കുടിയാമല ചുറ്റി തന്നെ പോകണം, നല്ല വഴിക്ക് പോകാൻ പറ്റുള്ളൂ. റോഡ് നന്നാക്കാൻ വല്ല മാർഗം ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയണ്ടേ. അതെ, പുതിയ തെരഞ്ഞെടുപ്പൊക്കെ ഇനിയിപ്പോ ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലേ ഈ റോഡ് ഇനി ഇതുപോലെ കിടക്കാൻ പാടില്ല. റോഡ് നന്നായാൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുള്ളൂ. അതെ, ഏത് പാർട്ടി ഉറപ്പ് തന്നാൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുള്ളൂ. അല്ലെ ഞങ്ങൾ ഒരു വോട്ടും ചെയ്യുന്നവരല്ല. ഈ റോഡിന് വല്ല ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാമെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ, ഇല്ല ഞങ്ങൾ വോട്ട് ചെയ്യല. എൻ്റെ പേര് സാജു ആണ്. അത് ഞാൻ ഇത് ഈ വഴിയുടെ മുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന വഴി ഇതാണ്. ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ പിച്ചവെച്ച വഴി ഈ അരങ്ങ് വഴിയാണ് ഞങ്ങൾ റേഷൻ മേടിക്കാനും കാര്യങ്ങളൊക്കെ മൊത്തം വന്നിരുന്നത്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് എല്ലാം അരങ്ങായിരുന്നു. പക്ഷേ ഈ റോഡിൻ്റെ തുറവില്ലാത്തത് കൊണ്ടാണ് ഈ ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് ഒഴിവാക്കി ഞങ്ങൾ റേഷൻ ഷാപ്പ് ഇവിടുന്ന് ഒഴിവാക്കി കുടിയാമിലേക്ക് മാറി. അപ്പോൾ ഈ വഴി പുതുപ്പറമ്പക്കാർ അങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അന്നൊക്കെ ഞങ്ങൾക്ക് ഏകദേശം വണ്ടിക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മൊത്തം അടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കോട്ടച്ചോല കനകക്കുന്ന് ഒരു മൊത്തം തുറന്നില്ലാണ്ട് അത് അറിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾ ഈ വഴിയെ തീർത്തും അവഗണിച്ചു. ഞങ്ങളിങ്ങോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ഇത് നന്നാക്കി കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ പറമ്പൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഈ ഇതിലൊക്കെ ഞങ്ങൾ തുറന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കടന്നു പോകാനും പോസ്റ്റ് ഓഫീസൊക്കെ അല്ലെങ്കിൽ റേഷൻ ഷാപ്പൊക്കെ ആശ്രയിക്കാനും ഞങ്ങൾക്ക് പുലിക്കുമ്പിലേക്കും തലപ്പിലേക്ക് പോകാനൊക്കെ എളുപ്പ വഴി ഇതാണ്. അപ്പം എത്രയും പെട്ടെന്ന് നന്നാക്കിയതിൻ്റെ ഈ ശോചനാവസ്ഥ പരിഹരിച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസകരമായി. 68 വയസ്സായി കേട്ടോ. അന്ന് തൊട്ട് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട റോഡായി. ഇതൊന്നും എങ്ങനെ ഒന്ന് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതെ, 68 വയസ്സായെന്നാ പറഞ്ഞേ. അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി അല്ല ഈ റോഡ് ഇങ്ങനെ? അന്ന് തൊട്ട് ഇന്ന് വരെ ആ റോഡ് ഇങ്ങനെ നമുക്ക് വണ്ടി ഒന്നും ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ കിടക്കുന്ന ഇങ്ങനെ ഒന്ന് ഓർത്ത് അതെ, ഒരു ഓട്ടോ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത അതോ ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി കൂലി കൊടുക്കണം. കുറച്ചു മുമ്പ് നമ്മുടെ അടുത്ത് പാർട്ടിക്കാർ പല ആൾക്കാരും വന്നു. ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരും വന്നു. അവരോട് ഞാനൊരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ അരങ്ങ് പാത്തി കനകക്കുന്ന് റോഡിന് ഒരു വികസനം. അതായത് എനിക്കൊന്നും വേണ്ട, ഇവിടെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒന്നും വേണ്ട, വ്യക്തിപരമായിട്ട് ആർക്കും ഒരു ഹെൽപ്പും ചെയ്യേണ്ട. നാടിൻ്റെ ഒരു വികസനം. അതായത് നടുവിൽ പഞ്ചായത്തിലെ 2ാമത്തെ റോഡാണ് ഈ അരങ്ങ് പാത്തി കനകക്കുന്ന് റോഡ്. ഈ റോഡ് അരങ്ങുന്ന് കുടിയാമലല്ല കനകക്കുന്ന് ചെല്ലുന്ന ആ സമയം കൊണ്ട് ഇവിടുന്ന് കനകക്കുന്ന് എത്താൻ പറ്റും. ഈ റോഡ് തുറവി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്ററേ ഉള്ളൂ കനകക്കുന്ന് പള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ട്. പക്ഷെ ആ 3/4 കിലോമീറ്ററുള്ള പോക്കാണ്. ആ 3/4 കിലോമീറ്റർ ആണ് ഇപ്പൊ ജനങ്ങൾ പോകുന്നത്. അരങ്ങുന്ന് കുടിയാമല 10 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് കനകക്കുന്ന് എത്തുന്നത്. ഇപ്പം ഏറ്റവും ശോചനീയാവസ്ഥയും ഏറ്റവും ദുർഘടവും പിടിച്ച റോഡാണ് അരങ്ങുപാത്തി കനകക്കുന്ന് റോഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ റോഡിൻ്റെ അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വേണം വിലയിരുത്താൻ.
ആരെ വിജയിപ്പിച്ചു, അങ്ങനെ ഏത് പാർട്ടി എന്നതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മളിൽ ഉള്ളിൽ നിന്നുള്ള ഒരു നല്ലൊരു സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയിപ്പിക്കുക. അതേപോലെ ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം, നമുക്ക് വേണ്ട വികസനം അവരെ കൊണ്ട് നടത്തുക. അതുപോലെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകാം ഇതുപോലെയുള്ള സ്ഥലങ്ങളും നിങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളും. ഇത് നമ്മളെ അറിയിക്കാം, നമ്മൾ വന്ന് കവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇച്ചൂസ് മീഡിയയുടെ ഡിസ്ക്രിപ്ഷൻ, ഈ വീഡിയോയുടെ അടിയിൽ തന്നെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. നിങ്ങൾക്കെടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ദിബിൻ ആൻഡ് ജിബിൻ സൈനിങ് ഓഫ്.